മലയാളികളെ പതിറ്റാണ്ടുകളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രിയ നടൻ സലിം കുമാറിനെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററുകളുടെ സഹായത്തോടെയാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്നതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡോക്ടർമാരുടെ ഒരു പ്രത്യേക സംഘം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വിവിധ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. ദീർഘനാളായി കടുത്ത കരൾ സംബന്ധമായ അസുഖങ്ങളോട് പോരാടുന്ന താരം മുൻപ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. എന്നാൽ അടുത്തിടെ പറവൂരിൽ നടന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സ്വീകരണ പരിപാടികളടക്കം സജീവമായി പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്ത ശേഷമാണ് ഇപ്പോൾ ആരോഗ്യനില വീണ്ടും വഷളായത്. അദ്ദേഹത്തിന്റെ നിലവിലെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ഔദ്യോഗിക മെഡിക്കൽ ബുള്ളറ്റിനുകളോ കൂടുതൽ വിവരങ്ങളോ ആശുപത്രി അധികൃതരോ കുടുംബാംഗങ്ങളോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും പ്രിയ താരത്തിന്റെ രോഗമുക്തിക്കായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ചലച്ചിത്ര ലോകവും ലക്ഷക്കണക്കിന് ആരാധകരും. പ്രിയ നടൻ സലീം കുമാറിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ സിനിമാ ലോകവും സഹപ്രവർത്തകരും വലിയ ആശങ്കയിലാണ്. മലയാള സിനിമയിലെ മുതിർന്ന താരങ്ങളും യുവ താരങ്ങളും ഉൾപ്പെടെ നിരവധി പേർ അദ്ദേഹത്തിന് പെട്ടെന്നുള്ള രോഗമുക്തിക്കായി സോഷ്യൽ മീഡിയയിലൂടെ പ്രാർത്ഥനകൾ പങ്കുവയ്ക്കുകയാണ്. ദീർഘനാളായി ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നപ്പോഴും സിനിമയോടുള്ള തന്റെ അടങ്ങാത്ത അഭിനിവേശം അദ്ദേഹം കൈവിട്ടിരുന്നില്ല. പ്രിയ താരമാർന്ന ദിലീപ് നായകനാകുന്ന ഭ ഭ ബ എന്ന ചിത്രത്തിലാണ് സലീം കുമാർ ഏറ്റവും ഒടുവിലായി വേഷമിട്ടത്. ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും അദ്ദേഹം ഈ ചിത്രത്തിന്റെ ചിത്രീകരണത്തിൽ പങ്കാളിയാവുകയായിരുന്നു എന്നാണ് വിവരം. ക്യാമറയ്ക്ക് മുന്നിലെത്തുമ്പോൾ തന്റെ എല്ലാ ശാരീരിക അസ്വസ്ഥതകളും മറന്ന് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്ന സലീം കുമാറി ആ പഴയ ഊർജ്ജസ്വലത എത്രയും വേഗം തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ ലോകം. തന്റെ രോഗാവസ്ഥയെക്കുറിച്ചും കഠിനമായ ചികിത്സാ കാലഘട്ടത്തെക്കുറിച്ചും സലീം കുമാർ മുൻപ് പല വേദികളിലും വികാരാധീനനായി സംസാരിച്ചിട്ടുണ്ട്. അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ അസുഖത്തെക്കുറിച്ചും കൃത്യമായി ചികിത്സ തേടാത്തതിനെക്കുറിച്ചും അദ്ദേഹം പങ്കുവച്ച വാക്കുകൾ ഈ അവസരത്തിൽ വീണ്ടും ചർച്ചയാവുന്നുണ്ട്. തനിക്ക് വന്ന അതേ അസുഖം തന്നെയാണ് കലാഭവൻ മണിക്കുണ്ടായിരുന്നതെന്നും കൃത്യമായി ചികിത്സിച്ചിരുന്നുവെങ്കിൽ വളരെ എളുപ്പത്തിൽ ഭേദമാക്കാമായിരുന്നുവെന്ന അസുഖത്തെ പേടിച്ചുകൊണ്ടാണ് മണി അവഗണിച്ചതെന്നും സലീം കുമാർ വെളിപ്പെടുത്തുകയായിരുന്നു. രോഗം ബാധിച്ചപ്പോഴും കസേരയിലിരുന്ന് സ്റ്റേജ് ഷോകൾ ചെയ്ത മണിയെ ഓർത്ത് ഡോക്ടർമാർ തന്നെ വിളിച്ചു സംസാരിക്കാൻ പറഞ്ഞിരുന്ന കാര്യവും അദ്ദേഹം പങ്കുവച്ചിരുന്നു. തന്റെ രോഗത്തെ ശാസ്ത്രീയമായ ചികിത്സയുടെ കീഴ്പ്പെടുത്തിയ സലീം കുമാർ ജീവിതത്തിലേക്ക് ശക്തമായി തിരിച്ചു വന്ന വ്യക്തിയായതിനാൽ തന്നെ ഈ പ്രതിസന്ധിയും അദ്ദേഹം മറികടക്കുമെന്നാണ് ആരാധകരുടെ ഉറച്ച വിശ്വാസം. കേരളത്തിലെ വ്യാജ ചികിത്സാ രീതികൾക്കെതിരെയും ശാസ്ത്രീയമായ മോഡേൺ മെഡിസിൻ ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ശക്തമായ നിലപാടെടുത്ത വ്യക്തിത്വമാണ് സലീം കുമാർ. രോഗാവസ്ഥയുടെ ആദ്യഘട്ടത്തിൽ ചില വ്യാജ വൈദ്യന്മാരുടെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച മരുന്നുകൾ കഴിച്ചത് തന്റെ കരളിന്റെ ആരോഗ്യം കൂടുതൽ വഷളാക്കിയതായി അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പശുക്കൾ തിന്നുന്നതിനേക്കാൾ കൂടുതൽ പുല്ലും ഇലകളും താൻ ഈ കാലത്ത് തിന്നിട്ടുണ്ടെന്നും ഒടുവിൽ രോഗം അങ്ങേയറ്റം ഗുരുതരമായ ഘട്ടത്തിലാണ് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ വിദഗ്ധരായ ഡോക്ടറുടെ പക്കൽ എത്തിയതെന്നും അദ്ദേഹം മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അവിടെ വെച്ച് നടന്ന സങ്കീർണമായ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് അദ്ദേഹത്തിന് രണ്ടാം ചുമ നൽകിയത്. ശാസ്ത്രീയമായ ചികിത്സയിലൂടെ മരണത്തെ മുഖാമുഖം കണ്ട് തിരികെ എത്തിയ താരം ഇപ്പോൾ നേരിടുന്ന ഈ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ഉടൻ തന്നെ മോചിതനാക്കുവാൻ മെഡിക്കൽ സംഘം പരമാവധി ശ്രമിക്കുന്നുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുകൾ കടുത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സലീം കുമാറിനെ എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്റർ സഹായത്തോടെയാണുള്ളത്. ആശുപത്രി അധികൃതർ ഇതുവരെ ഔദ്യോഗിക മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നുവെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. വിദഗ്ധ മെഡിക്കൽ സംഘത്തിന്റെ മേൽനോട്ടത്തിലാണ് മുൻപ് അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ളവ നടന്നത്. നിലവിലും പ്രത്യേക ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് അദ്ദേഹം തുടരുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും നിലവിൽ ആശുപത്രിയിലുണ്ട്.